ഹലോ ഡിയേഴ്സ്, ഇത് നോക്കുന്നത് 7/2/2026 നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ, ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത്. ഒന്നാമത്തെ 78ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു. 2 80ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു. 3 വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 4 79ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം. അതായത് വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രാജ്യം ആഘോഷിച്ചത് 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷമായിരുന്നു. ഇപ്പോൾ 2025 കാര്യമാണ് പറയുന്നത്. അടുത്തത് 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം. ഉത്തരം സൊമാലിയായിരുന്നു. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ദരിദ്ര രാഷ്ട്രം സൊമാലിയ. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതെന്നായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്കൻ റിപ്പബ്ലിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീടുകൾ തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതെന്നായിരുന്നു. പ്രത്യുത്ഥാനം പദ്ധതിയാണ്. എന്താണ് അത്? 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. അടുത്തത്, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപ മന്ദഹാസം പദ്ധതികൾ ഏത് വിഭാഗക്കാർക്കാണെന്നുള്ളതാണ്. അതിലെ ഗുണഭോക്താക്കൾ ആരാണ്? വയോജനങ്ങളാണ്. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? അതായത് കേരളീയം പദ്ധതിയാണ്. അതായത് 15 മുതൽ 35 വയസ്സ് വരെ ഉള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി കേരളീയം. അടുത്ത, മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹാരാമം പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് വന്നത്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമീറ്റർ സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാം എന്നാണ്. നമ്മൾ എക്സ്പോസാറ്റിൻ്റെ തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പഠനം എന്നൊക്കെ പഠിച്ചിരുന്നു. ഇതിൻ്റെ കഴിയാത്തതെന്ന് പറഞ്ഞാൽ എക്സോ പ്ലാനറ്റുകളും ധൂമകേതുകളുമാണ് ഉത്തരം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനം? അതേതായിരുന്നു? മിഷൻ സുദർശന ചക്രയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗറായിരുന്നു. ഇന്ത്യയുടെ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റന് ഹർമൻപ്രീത് കൗറാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആത്മകം എന്ന കൃതിയുടെ ആരാണ് രചയിതാവ്? സുഭാഷ് ചന്ദ്രനാണ്. മനുഷ്യനൊരു ആമുഖം. ലോകമെമ്പാടുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? അതായത് ലോകമെമ്പാടുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക. അത് മലയാളം മിഷൻ. ഓക്കെ, ഇത്രയായിരുന്നു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ. താങ്ക് യു.